ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാമിലുള്ള മെക്കാനിക്കൽ പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേയുള്ള പാർട്ട്, ഇത് രണ്ടാമത്തെ പാർട്ട് വീഡിയോയാണ്. ഇതിന് മുന്നേയുള്ള പാർട്ട് വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ആ ഒരു PVQ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക്, ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എക്സാം നമ്മുടെ ഒക്ടോബർ 30 അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ എലമെൻ്ററി വെൽഡ് സിമ്പിൾ ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു വെൽഡ് സിമ്പിൾ, വെൽഡിങ്ങിൻ്റെ സിമ്പിൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷനിൽ സ്പോട്ട് വെൽഡ് ഉണ്ട്, സീം വെൽഡ് ഉണ്ട്, സ്റ്റിച്ച് വെൽഡ് ഉണ്ട്, പ്ലഗ് വെൽഡ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഏതാണ്? ഇവിടെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു സർക്കിളും അതിൽ 2 പാരലൽ ലൈൻസും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, സീം വെൽഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനിയൊരു ആ ഒരു പ്ലഗ് വെൽഡിൻ്റെ സിമ്പിൾ എന്താണ്? പ്ലഗ് വെൽഡിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? പ്ലഗ് വെൽഡിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിളാണല്ലേ. പ്ലഗ് വെൽഡിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിളാണ്. ഇനി സ്പോട്ട് വെൽഡ് ആണെങ്കിലോ, സ്പോട്ട് വെൽഡിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് വെറും ഒരു സർക്കിളാണല്ലേ. വെറും ഒരു സർക്കിളാണെങ്കിൽ അതെന്താണ്? സ്പോട്ട് വെൽഡ് ആണല്ലേ. അതുപോലെ ഈ ഒരു സിമ്പിൾ ആണെങ്കിൽ എന്താണ്? ഈ ഒരു സ്റ്റാപ്ലെയറിൻ്റെ ഒക്കെ ആ ഒരു പിൻ പോലുള്ള സിമ്പിളിനെയാണ് നമ്മൾ പ്ലഗ് വെൽഡിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സിമ്പിൾ ഫോർ ഫില്ലറ്റ് വെൽഡ് ഈസ് റെപ്രസെൻറ്റഡ് അസ്. ഓക്കെ, ഫില്ലറ്റ് വെൽഡിൻ്റെ സിമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സിക്സാഗ് ലൈൻ ഉണ്ട്. ഓക്കെ, ഫില്ലറ്റ് വെൽഡിൻ്റെ സിമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഫില്ലറ്റ് വെൽഡ് നമ്മൾ ട്രയാങ്കിൾ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു സ്ക്വയർ ബട്ട് ആണെങ്കിലോ അതിൻ്റെ സിമ്പിൾ എന്താണ്? അതിൻ്റെ സിമ്പിൾ ഈ ഒരു സിമ്പിളാണല്ലേ. അതിൻ്റെ സ്ക്വയർ ബട്ടിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലുള്ള ഒരു സിമ്പിളാണ് സ്ക്വയർ ബട്ടിൻ്റെ സിമ്പിൾ. ഇനി സിംഗിൾ വി ബട്ട് ആണെങ്കിൽ അതിൻ്റെ സിമ്പിൾ വരുന്നത് ഇതേപോലെ ഒരു വി വന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരും. ഓക്കെ, ആ ഒരു ടൈപ്പിനെയാണ് സിംഗിൾ വി ബട്ടിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഡബിൾ വി ബട്ട് ആണെങ്കിൽ 2 വി വരും. അതായത് ഇങ്ങനെ ഒരു എക്സ് വരും. ഓക്കെ, ഇങ്ങനെ ഒരു എക്സ് വന്നിട്ട് മുകളിലും താഴെയും ഇങ്ങനെ 2 ലൈൻസ് പോകും, കർവ്ഡ് ലൈൻസ് പോകും. ഓക്കെ, അതാണ് ഏത് ഡബിൾ വി ബട്ടിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി സിംഗിൾ യു ബട്ടിൻ്റെ സിമ്പിൾ ഏതാണ്? അത് വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു യു വരയ്ക്കുക, ദെൻ ഇങ്ങനെ ഒരു കർവ്ഡ് ലൈൻ. ഓക്കെ, അതാണ് സിംഗിൾ യു ബട്ടിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിൾസിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ തന്നിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സിമ്പിൾ ഫോർ സീലിംഗ് റൺ ഇൻ റെപ്രസെൻറ്റഡ്. ഓക്കെ, സീലിംഗ് റണ്ണിൻ്റെ സിമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സിക്സാഗ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സർക്കിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു സീലിംഗ് റൺ. ഓക്കെ, സീലിംഗ് റണ്ണിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? സർക്കിൾ ആണല്ലേ, സർക്കിൾ ആണ്. ഇനി നമുക്ക് കുറച്ച് സിമ്പിൾസ് നോക്കാം. സ്റ്റഡ്. ഓക്കെ, സ്റ്റഡിൻ്റെ സിമ്പിൾ എന്താണ്? ടി ആണല്ലേ. ഇതേപോലെ ടീനെ നമ്മൾ തിരിച്ചെഴുതുകയാണെങ്കിൽ അതാണ് സ്റ്റഡിൻ്റെ സിമ്പിൾ. ഓക്കെ, സ്റ്റഡിൻ്റെ സിമ്പിൾ. ഇനി ബെഡ് എഡ്ജ് അല്ലെങ്കിൽ സീൽ. ഓക്കെ, ബെഡ് എഡ്ജ് അല്ലെങ്കിൽ സീലിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് സിമ്പിൾ ആണല്ലേ. ഈ ഒരു ടൈപ്പ് സിമ്പിളിനെയാണ് നമ്മൾ ബെഡ് എഡ്ജ് അല്ലെങ്കിൽ സീലിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് സ്പോട്ട്. സ്പോട്ടിൻ്റെ സിമ്പിൾ എങ്ങനെയാണ്? സ്പോട്ടിൻ്റെ സിമ്പിൾ ഈ ഒരു സ്റ്റാർ പോലുള്ള ഈ ഒരു സിമ്പിളിനെയാണ് നമ്മൾ സ്പോട്ടിൻ്റെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി സീം. ഓക്കെ, സീമിൻ്റെ സിമ്പിൾ എങ്ങനെയാണ്? 3x ആണല്ലേ. 3x ആണ് നമ്മൾ സീമിൻ്റെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റിച്ച് ആണെങ്കിലോ, സ്റ്റിച്ചിൻ്റെ സിമ്പിൾ എങ്ങനെയാണ്? സ്റ്റിച്ചിൻ്റെ സിമ്പിൾ വരുന്നത് ഓക്കെ, ഒരു കെയിനെ ഇങ്ങോട്ട് തിരിച്ചെഴുതുക, മറ്റൊരു കെയിനെ ഇങ്ങനെ എഴുതുക. ഓക്കെ, ഇതിവിടെ യോജിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സിമ്പിളാണ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ സിമ്പിൾ അല്ലേ. ഇനി പ്ലഗ് വെൽഡിൻ്റെ സിമ്പിൾ ഏതാണ്? പ്ലഗ് വെൽഡിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് സിമ്പിളിനെയാണ് നമ്മൾ പ്ലഗ് വെൽഡിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു,
ഈ ടി വരുന്നത് ഏതാണ്? സ്റ്റഡ് ആണല്ലേ, സ്റ്റഡിൻ്റെ സിമ്പലാണ്. അതുപോലെ ഈ ഒരു സിമ്പൽ എന്ന് പറയുന്നത് ബെഡ് എഡ്ജ് അല്ലെങ്കിൽ സീൽ. ഓക്കെ, ബെഡ് എഡ്ജ് അല്ലെങ്കിൽ സീൽ എന്ന് പറയാം. ദെൻ ഈ ഒരു സിമ്പൽ വരുന്നത് സ്പോട്ടിൻ്റെ സിമ്പലാണ്. ഈ ഒരു 3x വരുന്നത്, ഓക്കെ, 3x വരുന്നത് സീം. ഓക്കെ, SEAM, സീമിൻ്റെ സിമ്പലാണ്. ഇനി ഇത് പ്ലഗ് വെൽഡിൻ്റെ സിമ്പലാണ്. ഇനി ഈ ഒരു കേയുടെ ടൈപ്പിൽ വരുന്ന സിമ്പലാണ് സ്റ്റിച്ച്. ഓക്കെ, സ്റ്റിച്ചിൻ്റെ സിമ്പലാണ് ഈ ഒരു സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ഡെവലപ്മെൻറ്റ് ഓഫ് എ സർഫേസ്? ഓക്കെ, നമ്മൾ ഈ ഒരു മെക്കാനിക് നമ്മുടെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കൽ പോർഷൻ്റെ കൂടെയാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസും അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് മീൻ ബൈ ഡെവലപ്മെൻറ്റ് ഓഫ് എ സർഫേസ്? ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് എ സർഫേസ് എന്ന് മീൻ ചെയ്യുന്നത് എന്താണെന്നാണ് ഓപ്ഷനിൽ ഫോൾഡിംഗ് എ 3D ഒബ്ജക്റ്റ് ഇൻറ്റു എ 2D ഷേപ്പ് എന്നുണ്ട്, റോളിംഗ് എ 2D ഫിഗർ ഇൻറ്റു എ 3D ഒബ്ജക്റ്റ് എന്നുണ്ട്, അൺഫോൾഡിംഗ് ഓർ ലേയിങ് ഔട്ട് ദ സർഫേസ് ഓഫ് എ 3D ഒബ്ജക്റ്റ് ഇൻറ്റു എ 2D പ്ലെയിൻ. ഓപ്ഷൻ ഡി വരുന്നത് ഡ്രോയിങ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഇത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസ് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പല ടൈപ്പിൽ ഓപ്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു ഓപ്ഷൻ വരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ, ഓപ്ഷൻ സി ആണ്. അൺഫോൾഡിങ് ഓർ ലേയിങ് ഔട്ട് ദ സർഫേസ് ഓഫ് എ 3D ഒബ്ജക്റ്റ് ഇൻറ്റു എ 2D പ്ലെയിൻ. ഓക്കെ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ട്രയാങ്കുലേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ. ഓക്കെ, ട്രയാങ്കുലേഷൻ മെത്തേഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷനിൽ റെഗുലർ സോളിഡ് ഓൺലി എന്നുണ്ട്, സോളിഡ് വിത്ത് കർവ്ഡ് ഓർ ഇറഗുലർ സർഫേസ് എന്നുണ്ട്, സിലിണ്ടേഴ്സ് ഓൺലി, അതുപോലെ ഓപ്ഷൻ ഡി വരുന്നത് പ്രിസം ഓൺലി. ഓക്കെ, ഏതാണ് ആൻസർ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്രയാങ്കുലേഷൻ മെത്തേഡാണല്ലേ, ട്രയാങ്കുലേഷൻ മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. സോളിഡ് വിത്ത് കർവ്ഡ് അല്ലെങ്കിൽ ഇറഗുലർ സർഫേസിലാണ് നമ്മൾ ഈ ഒരു ട്രയാങ്കുലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ട്രയാങ്കുലേഷൻ മെത്തേഡിൽ തന്നെ നമ്മൾ പറയാറുണ്ട് ഒബ്ലീക്ക് കോൺ. ഓക്കെ, ഒബ്ലീക്ക് കോൺ വിത്ത് എലിപ്റ്റിക്കൽ ബേസ്. ഓക്കെ, ഒബ്ലീക്ക് കോണിന് നമ്മൾ ഈ ഒരു ട്രയാങ്കുലേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മറ്റ് എക്സാമ്പിളുകൾ പറഞ്ഞാൽ അതുപോലെ തന്നെ ട്രാൻസിഷണൽ സെക്ഷൻ. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസിഷണൽ സെക്ഷനിലൊക്കെ നമ്മൾ ഈ ഒരു ട്രയാങ്കുലേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. മറ്റ് എക്സാമ്പിളുകൾ പറഞ്ഞാൽ ടെട്രാഹെഡ്രോൺ, അതുപോലെ ഒക്ടാഹെഡ്രോൺ, ഐസോഹാഹെഡ്രോൺ, ഇതൊക്കെ നമ്മൾ ട്രയാങ്കുലേഷൻ മെത്തേഡാണ് നമ്മൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലയൻ ഫോംഡ് വെൻ ടു സോളിഡ് ഇറ്റ്സ് ഇന്റർസെക്ട്. ഓക്കെ, ദ ലയൻ ഫോംഡ് വെൻ ടു സോളിഡ്, രണ്ട് സോളിഡുകൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ലയൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ലയൻ ഓഫ് പ്രൊജക്ഷൻ ഉണ്ട്, ലയൻ ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ട്, ആക്സിസ് ലയൻ ഉണ്ട്, ടാൻജന്റ് ലയൻ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലയൻ ഓഫ് ഇന്റർസെക്ഷൻ. ഓക്കെ, രണ്ട് സോളിഡുകൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ലയനെ എന്താണ് പറയുന്നത്? ലയൻ ഓഫ് ഇന്റർസെക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ലീക്ക് കോൺ ഈസ് ഒബ്റ്റെയിൻഡ് യൂസിങ്. ഓക്കെ, നമ്മൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെയും പറഞ്ഞതാണ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ലീക്ക് കോൺ ഈസ് ഒബ്റ്റെയിൻഡ് യൂസിങ് ദ ഏത് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ പാരലൽ ലൈൻ മെത്തേഡ് ഉണ്ട്, റേഡിയൽ ലൈൻ മെത്തേഡ് ഉണ്ട്, ട്രയാങ്കുലേഷൻ മെത്തേഡ് ഉണ്ട്, അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ, ട്രയാങ്കുലേഷൻ മെത്തേഡ്. ആ ഒരു ഒബ്ലീക്ക് കോണിനൊക്കെ നമ്മൾ ആ ഒരു ട്രയാങ്കുലേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു മെത്തേഡ്സ് അത്രയും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തെ മെത്തേഡാണ് പാരലൽ ലൈൻ മെത്തേഡ് അല്ലേ. പാരലൽ ലൈൻ മെത്തേഡിൽ നമ്മൾ ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പ്രിസം, അതുപോലെ സിലിണ്ടർ, അതിനൊക്കെയാണ് നമ്മൾ പാരലൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് ഓർമ്മിക്കാനായിട്ട് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് പാരലൽ സൈഡ് ഉണ്ടല്ലേ, രണ്ട് പാരലൽ സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, പാരലൽ ലൈൻ മെത്തേഡിൽ നമ്മൾ സിലിണ്ടർ യൂസ് ചെയ്യാം. ഓക്കെ, പ്രിസവും യൂസ് ചെയ്യാം. ഇനി റേഡിയൽ ലൈൻ മെത്തേഡിൽ നമ്മൾ ഇവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു കോണോ അല്ലെങ്കിൽ പിരമിഡ്, കോൺ ആൻഡ് പിരമിഡ്, അതിനൊക്കെയാണ് നമ്മൾ റേഡിയൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ. ഇനി അപ്രോക്സിമേറ്റ് മെത്തേഡ് ആണെങ്കിലോ, അപ്രോക്സിമേറ്റ് മെത്തേഡ് ആണെങ്കിൽ സ്ഫിയർ, അതുപോലെ എലിപ്സോയിഡ്, പാരാബോളോയിഡ്, ഹൈപ്പർബോളോയിഡ്, ഇതിനൊക്കെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു അപ്രോക്സിമേറ്റ് മെത്തേഡിൽ തന്നെ നമ്മൾ സ്ഫിയറിനാണെങ്കിൽ 2 മെത്തേഡ് അവിടെ നമ്മൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? പോളികോണിക് മെത്തേഡ് അല്ലെങ്കിൽ സോൺ മെത്തേഡ് എന്ന് പറയാം, അല്ലേ? സോൺ അല്ലെങ്കിൽ പോളികോണിക് മെത്തേഡ് എന്ന് പറയാം. രണ്ടാമത്തെ മെത്തേഡ് പോളി സിലിണ്ടറിക് അല്ലെങ്കിൽ ലൂൺ അല്ലെങ്കിൽ ഗോർ മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, ഏതാണ് ആ ഒരു നമ്മുടെ അപ്രോക്സിമേറ്റ് മെത്തേഡിൽ സ്ഫിയറിന് നമ്മൾ 2 മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ആദ്യത്തേതാണ് സോൺ. ഓക്കെ, സോൺ. ഓക്കെ, സോൺ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് പോളികോണിക്. ഓക്കെ, പോളികോണിക്. ഓക്കെ, പോളികോണിക് മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് പോളി സിലിണ്ടറിക് മെത്തേഡ് അല്ലെങ്കിൽ ലൂൺ എന്ന് പറയാം. ഓക്കെ, ലൂൺ, LUNE, ലൂൺ അല്ലെങ്കിൽ ഗോർ എന്ന് പറയാം. ഓക്കെ, GORE. ഓക്കെ, GORE, ഗോർ. ഈ ഒരു പേരുകളും ആ ഒരു മെത്തേഡ് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ദെൻ അടുത്ത് വരുന്നതാണ് നമ്മുടെ ട്രയാങ്കുലേഷൻ മെത്തേഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് മെറ്റൽ ആൻഡ് ദ മിഡ് പോയിന്റ് ഓൺ ദ ലയൻ ജോയിനിങ് ദ 2 ടോസ്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജംഗ്ഷൻ ഓഫ് മെറ്റൽ ആൻഡ് ദ മിഡ് പോയിന്റ് ഓൺ ദ ലയൻ ജോയിനിങ് ദ 2 ടോസ്. ആ ഒരു 2 ടോസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലയനിൻ്റെ മിഡ് പോയിന്റും അതുപോലെ തന്നെ ആ ഒരു മെറ്റൽ ജംഗ്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ ലെഗ് ലെങ്ത് ഉണ്ട്, ത്രോട്ട് തിക്നെസ് ഉണ്ട്, ടോ ലെങ്ത് ഉണ്ട്, എഡ്ജ് ക്ലിയറൻസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ത്രോട്ട് തിക്നെസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഫില്ലറ്റ് വെൽഡിൽ തന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ നമ്മുടെ ലെഗ് ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Z ആണ്. Z എന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തിക്നെസ്, ത്രോട്ട് തിക്നെസ്സിനെ നമ്മൾ A എന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ലെഗ് ലെങ്ത് Z കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, √2 × A. ഓക്കെ, √2 × A അല്ലെങ്കിൽ നമുക്ക് √2ൻ്റെ വാല്യൂ ആയ 1.44. ഓക്കെ, 1.44 × A എന്നും പറയാം. ഓക്കെ, ആ ഒരു കാര്യം കൂടി അവിടെ ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ത്രോട്ട് തിക്നെസ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ആ ഒരു ഫിഗർ ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കാണുന്നതാണ് ആ ഒരു ജോയിൻറ്റ്, വെൽഡിങ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്നത് കാണാം. അതായത് ആ ജോയിൻറ്റ് ആ ഒരു ജോയിൻറ്റ് അവിടെ വെൽഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ട്രയാങ്കിൾ. ഇത് ട്രയാങ്കിൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് ജോയിൻ്റ് ആണ്? ഫില്ലറ്റ് ജോയിൻ്റ് ആണ്. അല്ലെങ്കിൽ ഫില്ലറ്റ് ജോയിൻറ്റിലാണ് നമ്മൾ ആ ഒരു ട്രയാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു പോർഷനും അതുപോലെ ഈ ഒരു പോർഷനുമാണ് അതിൻ്റെ ടോ എന്ന് പറയുന്നത്. ആ 2 ടോകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്ന ലൈനാണ് ഈ ഒരു ലൈൻ. ഓക്കെ, ഈ ലൈനും അതുപോലെ ഈ ഒരു ജംഗ്ഷൻ. ഓക്കെ, ഈ ഒരു ജംഗ്ഷനെ നമുക്ക്, ഇതാണ് ജംഗ്ഷൻ. ഓക്കെ, ആ ഒരു ജംഗ്ഷനെ നമുക്ക് റൂട്ട് എന്ന് പറയാം. ഓക്കെ, ആ ഒരു ജംഗ്ഷനെ നമുക്ക് റൂട്ട് എന്ന് പറയാം. ഈ ഒരു ജംഗ്ഷൻ മുതൽ ഈ വരച്ചിരിക്കുന്ന ലൈൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് തിയററ്റിക്കൽ ത്രോട്ട് എന്നൊക്കെ പറയാം. ഇനി ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു കർവ്ഡ് സർഫേസ്, നമ്മളിപ്പോൾ ഒരു വെൽഡ് ചെയ്തതിന് ശേഷം അവിടെ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സർഫേസ് തന്നെ വരണമെന്നില്ല. ഓക്കെ, അവിടെ ഒരു കർവ്ഡ് സർഫേസ് ആണെങ്കിൽ ആ ഒരു കർവ്ഡ് സർഫേസിൻ്റെ ഈ പോയിന്റ്, ഓക്കെ, അതായത് ഈ റൂട്ട് മുതൽ കർവ്ഡ് സർഫേസിൻ്റെ ഈ ഒരു പോയിന്റ് വരെ നമ്മൾ വരയ്ക്കുന്ന ലൈനുണ്ട്, ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആക്ച്വൽ ത്രോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ആക്ച്വൽ ത്രോട്ടും തിയററ്റിക്കൽ ത്രോട്ടും തമ്മിൽ മാറിപ്പോകരുത്. ആക്ച്വൽ ത്രോട്ട് എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് മുതൽ ഈ ഒരു കർവ്ഡ് സർഫേസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ആക്ച്വൽ ത്രോട്ട് എന്ന് പറയുന്നത്. ഇനി തിയററ്റിക്കൽ ത്രോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂട്ട് മുതൽ അല്ലെങ്കിൽ ജംഗ്ഷൻ മുതൽ 2 ടോ, ഓക്കെ, ഈ ഒരു 2 ടോ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ തിയററ്റിക്കൽ ത്രോട്ട് അല്ലെങ്കിൽ ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്മാൾ ഗ്യാപ്പ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഇൻ എ ബട്ട് ജോയിന്റ് ബിഫോർ വെൽഡിംഗ് ഈസ് കോൾഡ്. ഓക്കെ, ദ സ്മാൾ ഗ്യാപ്പ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഇൻ എ ബട്ട് ജോയിന്റ് ബിഫോർ വെൽഡിംഗ്. നമ്മൾ ബട്ട് ജോയിന്റ് യൂസ് ചെയ്തിട്ടാണ് വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെൽഡ് ചെയ്യുന്നതിന് മുമ്പേ അവിടെ ഒരു സ്മാൾ ഗ്യാപ്പ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. ആ ഒരു സ്മാൾ ഗ്യാപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ റൂട്ട് ഫേസ് ഉണ്ട്, റൂട്ട് ഗ്യാപ്പ് ഉണ്ട്, ത്രോട്ട് ഗ്യാപ്പ് ഉണ്ട്, എഡ്ജ് ക്ലിയറൻസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആ ഒരു ഗ്യാപ്പിനെ പറയുന്ന പേരെന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി റൂട്ട് ഗ്യാപ്പ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ റൂട്ട് ടു ദ ഫേസ് ഓഫ് എ ഫില്ലറ്റ് വെൽഡ് ഈസ് കോൾഡ്. ഏതാണ്? നമ്മൾ ആ ഒരു ഫിഗറിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്നോട് വായിക്കാം. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ റൂട്ട് ടു ദ ഫേസ് ഓഫ് എ ഫില്ലറ്റ് വെൽഡ് ഈസ് കോൾഡ്. ഏതാണ്? ഓപ്ഷനിൽ ലെഗ് ലെങ്ത് ഉണ്ട്, ത്രോട്ട് തിക്നെസ് ഉണ്ട്, വെൽഡ് സൈസ് ഉണ്ട്, റൂട്ട് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ത്രോട്ട് തിക്നെസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഫില്ലറ്റ് വെൽഡ് ദ ടു ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസ്. ഓക്കെ, ആ ഒരു ഫില്ലറ്റ് വെൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസ് ഏതൊക്കെയെന്നാണ്. ഓപ്ഷനിൽ ലെഗ് ലെങ്ത് ആൻഡ് ത്രോട്ട് തിക്നെസ്, അതുപോലെ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ആൻഡ് വിഡ്ത്ത്, റൂട്ട് ഗ്യാപ്പ് ആൻഡ് റെയിൻഫോഴ്സ്മെൻറ്റ്, ഗ്രൂവ് ആംഗിൾ ആൻഡ് റൂട്ട് ഫേസ്. ഓക്കെ, ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, ലെഗ് ലെങ്ത് ആൻഡ് ത്രോട്ട് തിക്നെസ്. ഓക്കെ, ലെഗ് ലെങ്തിന് നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇസഡ് ആണല്ലേ. ഇസഡ് ആണ് നമ്മൾ ലെഗ് ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ത്രോട്ട് തിക്നെസ്സിനെ നമ്മൾ എ എന്ന ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇസഡ് കാണാനായിട്ട് റൂട്ട് എ ഇൻറ്റു എ, റൂട്ട് 2 ഇൻറ്റു എ എന്ന ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കർവ് ഓഫ് ഇന്റർപെനിട്രേഷൻ? ഓക്കെ, ഇന്റർപെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കർവ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്. ഓപ്ഷനിൽ ദ ലൈൻ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ടു ഇന്റർസെക്റ്റിംഗ് കർവ്ഡ് സർഫേസ്, ഓപ്ഷൻ ബി പ്രൊജക്ഷൻ ഓഫ് എ കർവ് ഓൺ എ പ്ലെയിൻ, ഓപ്ഷൻ സി ദ പാത്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ, ഓപ്ഷൻ ഡി ദ ബൗണ്ടറി ലൈൻ ഓഫ് എ പ്രിസം. ഓക്കെ, ഏതാണ് ആൻസർ? വാട്ട് ഈസ് ദ കർവ് ഓഫ് ഇന്റർപെനിട്രേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, ദ ലൈൻ ഓഫ് എ കോണ്ടാക്ട്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ, ദ ലൈൻ ഓഫ് എ കോണ്ടാക്ട് ബിറ്റ്വീൻ ടു ഇന്റർസെക്റ്റിംഗ് കർവ്ഡ് സർഫേസ്. ഓക്കെ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ടു പ്രിസം ഇന്റർസെക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഈസ് യൂഷ്വലി. ഓക്കെ, വെൻ ടു പ്രിസം ഇന്റർസെക്ട് അറ്റ് റൈറ്റ് ആംഗിൾ ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഈസ് യൂഷ്വലി. ഓപ്ഷനിൽ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, സർക്കുലർ കർവ് ഉണ്ട്, പാരബോളിക് ആർക്ക് ഉണ്ട്, എലിപ്റ്റിക്കൽ ആർക്ക് ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് യൂസ്ഡ് ടു ഫൈൻഡ് ദ കർവ് ഓഫ് ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ സോളിഡ്സ്? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് യൂസ്ഡ് ടു ഫൈൻഡ് ദ കർവ് ഓഫ് ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ സോളിഡ്സ്? ഓപ്ഷനിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ മെത്തേഡ്, ഓപ്ഷൻ ബി ലയൻ ഓർ ജനറേറ്റർ മെത്തേഡ്, ഓപ്ഷൻ സി സെക്ഷൻ പ്ലെയിൻ മെത്തേഡ്, ഓപ്ഷൻ ഡി ഓക്സിലറി പ്ലെയിൻ മെത്തേഡ്. ഓക്കെ, ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലയൻ ഓർ ജനറേറ്റർ മെത്തേഡ് ആണ് നമ്മുടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് കോമൺ മെത്തേഡ് ലയൻ ഓർ ജനറേറ്റർ മെത്തേഡ് ആണ്. ഓക്കെ, ഈ ഒരു ലൈൻ ഓർ ജനറേറ്റർ മെത്തേഡ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പ്രിസം പിരമിഡ് അതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ദ ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ ടു സോളിഡ്സ് ഈസ് കോംപ്ലക്സ് വിച്ച് അഡീഷണൽ മെത്തേഡ് ഈസ് ഓഫൺ യൂസ്ഡ്? ഓക്കെ, വെൻ ദ ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ ടു സോളിഡ്സ് ഈസ് കോംപ്ലക്സ് വിച്ച് അഡീഷണൽ മെത്തേഡ് ഈസ് ഓഫൺ യൂസ്ഡ്? ഓക്കെ, ഓപ്ഷനിൽ പോയിന്റ് മെത്തേഡ് ഉണ്ട്, പ്ലെയിൻ സെക്ഷൻ മെത്തേഡ് ഉണ്ട്, റേഡിയൽ ലൈൻ മെത്തേഡ് ഉണ്ട്, പാരലൽ ലൈൻ മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ
ബി ആണ്, പ്ലെയിൻ സെക്ഷൻ മെത്തേഡാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുന്നു. വെൻ ദ ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ ടു സോളിഡ്സ് ഇൻ കോംപ്ലക്സ് വിച്ച് അഡീഷണൽ മെത്തേഡ് ഈസ് ഓഫൻ യൂസ്ഡ്. ഓക്കെ, ആൻസർ വരുന്നത് പ്ലെയിൻ സെക്ഷൻ മെത്തേഡ്. ഓക്കെ, പ്ലെയിൻ സെക്ഷൻ മെത്തേഡാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.